പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. ഇടതടവില്ലാതെ ചെയിൻ സർവീസുകളും ദീർഘദൂര സർവീസുകളുമായി അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമമാക്കി KSRTC പമ്പ ഡിപ്പോയുടെ പ്രതിദിന വരുമാനം 40 ലക്ഷം രൂപ. തീർത്ഥാടനം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ KSRTC നടത്തിയതാകട്ടെ 71,500 ചെയിൻ സർവീസുകൾ. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് 850 ദീർഘദൂര സർവീസുകൾ നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പമ്പയിലേക്ക് 830 സർവീസുകളും നടത്തി. 196 ബസ്സുകളാണ് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനുള്ളത്. പമ്പ ഡിപ്പോയുടെ പ്രതിദിന വരുമാനമാകട്ടെ 40 ലക്ഷം രൂപയാണ്. സംഘമായി എത്തുന്ന തീർത്ഥാടന സൗകര്യാർത്ഥം പമ്പയിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് ചാർട്ടർ ട്രിപ്പുകൾക്കും സൗകര്യമുണ്ട്. ഞായറാഴ്ച അപേക്ഷിച്ച് 18-ാം പടിക്കാരനും ദർശനത്തിനും ഇന്നലെ അല്പം കൂടി തിരക്കുണ്ടായിരുന്നു. വൈകിട്ട് 4 വരെയുള്ള കണക്ക് പ്രകാരം 61,296 പേർ ഇന്നലെ മല കയറി ദർശനം നടത്തി. അതിൽ 7,786 പേർ സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു. ഇടുക്കി വിഷൻ സന്നിധാനം. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.